ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1829. ഇന്ന് ജനുവരി മാസം 2-ാം തീയതി. അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന തന്റെ കാറിന് എവിടെ നിന്നും ഒരു കല്ലേറുകൊണ്ട് യുവാവ് വണ്ടി നിർത്തി പുറത്തിറങ്ങി നോക്കി. ഡോറിന്റെ കുറച്ച് പെയിന്റ് പോയി, ചെറിയൊരു ചളുക്കവും. അല്പം മാറി തലകുനിച്ച് ഒരു കുട്ടി നിൽപ്പുണ്ട്. ദേഷ്യത്തോട് ഇയാൾ ചോദിച്ചു, നീ എന്തായി കാണിച്ചത്? അവൻ വളരെ വിഷമത്തോടെ പറയുകയാണ്, ഞാൻ വേറെ എന്ത് ചെയ്താലാണ് അങ്ങയുടെ ശ്രദ്ധ എനിക്കൊന്ന് കിട്ടുക? എനിക്കറിയില്ല, എനിക്ക് എന്റെ അനിയനെ രക്ഷിച്ചേ മതിയാവും. വീൽചെയറുമായി റോഡിന്റെ താഴ്ചയിൽ വീണ് കിടക്കുകയാണ്. കൈ കാണിച്ചിട്ടും വിളിച്ചിട്ടും ഇതുവഴി പോയ ഒരു വണ്ടി പോലും നിർത്തിയില്ല. അത് കേട്ട യുവാവ് താഴെ ഇറങ്ങി ഒരു കാലിന് ശേഷിക്കുറവുള്ള ആ കുട്ടിയെ എടുത്ത് മുകളിലെത്തിച്ചു. കാറിന്റെ ഡോറ് ആ പെയിന്റ് പോയതും ചളക്കവും അയാൾ പിന്നെ നന്നാക്കിയില്ല. അതിനൊരു കാരണവും അയാൾക്ക് പറയാനുണ്ടായിരുന്നു. ആരെങ്കിലും കൊണ്ട് കല്ലെറിയത്തക്ക വിധം വേഗമുള്ളതാകാൻ പാടില്ല എന്റെ ജീവിതം. പുതുവർഷത്തിന്റെ 2-ാം ദിനത്തിലാണ്. പരിസരത്തെ കുറെ കൂടി മനസ്സിലാക്കാനും ഏറ്റെടുക്കുവാനും ചേർത്ത് നിർത്താനും ഒക്കെ ആയിട്ട് എന്റെ അമിതമായ വെപ്രാളം നിറഞ്ഞ ആർത്തി പിടിച്ച വേഗതയൊന്ന് കുറച്ചേ മതിയാവും. കാഴ്ചയുള്ളവരുടെ അന്ധതയും കേൾവിയുള്ളവരുടെ ബധിരതയും അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ വൈകല്യം. കേട്ടോ, വൈകല്യങ്ങളെയൊക്കെ നമ്മൾ പല വിധത്തിൽ വിലയിരുത്തുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ക്രിസ്തുയേശുവാണ് അങ്ങനെ പറഞ്ഞത്. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല, കാതുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല. യേശയ്യാ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ക്രിസ്തുയേശു അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചയുള്ളവരുടെ അന്ധതയെക്കുറിച്ച്, കേൾവിശക്തി ഉള്ളവരുടെ ബധിരതയെക്കുറിച്ചാണ്, ആ ഒരു വൈകല്യത്തെക്കുറിച്ച് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. എല്ലാ നിലവിളികളും ആരെങ്കിലുമൊക്കെ കേട്ടിരുന്നെങ്കിൽ ആരുടെയും നിസ്സഹാവസ്ഥ അധികകാലം നീണ്ടു നിൽക്കില്ലായിരുന്നു. വന്നു ചേർന്ന അത്യാഹിതത്തിന്റെ കാഠിന്യം കൊണ്ടല്ല കേട്ടോ, കൈകാട്ടി വിളിച്ചിട്ടും കൈകൊട്ടി വിളിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കാത്തതിന്റെ അനാസ്ഥ കൊണ്ടാണ് പല ജീവിതങ്ങളും മൃതമായതെന്നുകൂടി ഒന്ന് നമുക്ക് തിരിച്ചറിയാം. അങ്ങനെ നമ്മളുടെ ജീവിതത്തെ നമുക്ക് കുറെ കൂടി ശ്രദ്ധയിലും ജാഗ്രതയിലും സഹജീവികളോടുള്ള അനുകമ്പയിലും പുതുക്കി പണിയാം. ആമേൻ.